ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസും അതുമായി ബന്ധപ്പെട്ട ഫെഡറേഷൻസും അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസും അതുമായി ബന്ധപ്പെട്ട ഫെഡറേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ചിട്ട് പഠിക്കാം. വർക്ക്സ് ഇൻ ബോത്ത് 2 ടയർ ആൻഡ് 3 ടയർ. 3 ടയറിലും 2 ടയറിലും പ്രവർത്തിക്കുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് 2 ടയർ സ്ട്രക്ചറാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനുള്ളത്. ഇതിൽ ഏതൊക്കെ ലെവലാണെന്നുള്ളത് നോക്കാം. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ബേസ് ലെവൽ, സെൻട്രൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഡിസ്ട്രിക്റ്റ് ഓർ റീജിയണൽ ലെവൽ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവൽ. കേരളത്തിൽ 2 ടയർ ആയതുകൊണ്ട് തന്നെ ബേസ് ലെവലും സ്റ്റേറ്റ് ലെവലും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് നാഫെഡ്, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അടുത്തത് മാർക്കറ്റ് ഫെഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ അല്ലെങ്കിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള. സെക്കൻഡ് പോയിന്റ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1942 ആസ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ മലബാർ ഏരിയ. ഇത് പബ്ലിഷ് ചെയ്തത് 1942 ആ സമയത്ത് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോറായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. മലബാർ ഏരിയയിലെ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ ആയിരുന്നു 1942 മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. ഇൻ 1960 ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ഫ്രം കോഴിക്കോട് ടു കൊച്ചിൻ. 1960 മാർക്കറ്റ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോട് നിന്നും കൊച്ചിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് നാഫെഡ്, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1958 ഒക്ടോബർ 2. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2 രജിസ്റ്റേർഡ് അണ്ടർ ദി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടാണ്. മേജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആർ അഗ്രികൾച്ചറൽ ഫാമേഴ്സ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഭൂരിഭാഗവും കർഷകരായിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. അടുത്താണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു റബ്ബർ ഫാമേഴ്സ്. ഈ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സാമ്പത്തികപരമായിട്ടും സാങ്കേതികപരമായിട്ടുമുള്ള സഹായങ്ങൾ നൽകുക എന്നതാണ്. അടുത്ത പോയിന്റ്, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിനെ മെയിനായിട്ടും 5 ക്ലാസ്സായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ABCDE എന്നിങ്ങനെ 5 ക്ലാസ്സായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ A ക്ലാസ്സിൽ പെടുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. B ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാമേഴ്സാണ്. C ക്ലാസ്സിൽ പെടുന്നത് ട്രേഡേഴ്സ് ഓർ കമ്മീഷൻ ഏജൻറ്റ്സ്. D ക്ലാസ് ഗവൺമെൻറ് ആൻഡ് E ക്ലാസ് റബ്ബർ ബോർഡ്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഒരു ഫെഡറേഷനാണ് റബ്ബർ മാർക്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി റബ്ബർ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. റബ്ബർ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് റബ്ബർ മാർക്ക്. ഓർഗനൈസ്ഡ് ഇൻ 1971 ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് കൊച്ചി. 1971 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്, റബ്ബർ ബോർഡ്, അതുപോലെ തന്നെ പ്രൈമറി
റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അടുത്തത് റബ്ബർ ബോർഡ്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. Established in 1947 April 18 as Indian Rubber Board. 1947 ഏപ്രിൽ 18 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അന്നത്തെ അതിൻ്റെ പേര് ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്നായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് കോട്ടയം. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ റബ്ബർ ആക്ട് 1947. നെക്സ്റ്റ് വൺ ഈസ് Kerala State Rubber Cooperative Limited, RUBCO. It was established in 1997. Next point, headquarters at Kannur. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് റബ്ബർ ആൻഡ് റബ്ബർ വുഡ് ബേസ്ഡ് പ്രൊഡക്ട്സ്. നെക്സ്റ്റ് പോയിന്റ്, മാനേജ്ഡ് ബൈ 15 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. 15 പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോ ഫെഡറേഷൻസിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് വെച്ചിട്ട് മാത്രമാണ് ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളിന്ന് എടുത്ത സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, pledge loan system is related to marketing societies. Second one, price fluctuation fund is related to marketing societies. Third one, commission agency system related to marketing societies. Fourth one, birthplace of marketing societies, USA. Fifth one, grading and standardization is a function of dash societies, marketing societies. Sixth one, marketing society will set apart at least dash percentage of net profit to price fluctuation fund. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എത്ര ശതമാനമാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് മാറ്റേണ്ടത്? 10%. സെവൻത്ത് വൺ, ഡാഷ് ഈസ് ദി നാഷണൽ ലെവൽ ഫെഡറേഷൻ ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ, നാഫെഡ്. എയ്ത്ത് വൺ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്കോ ഈസ് അറ്റ് കണ്ണൂർ. നയൻത്ത് വൺ, the brand name of baby oil produced by RUBCO, Lush Oil. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.